ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്ക് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തിയ പരീക്ഷയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. First question, People's Bank of Northern India book was written by. Answer, Dupernix. Dupernix ആണ് People's Bank of Northern India എന്ന ബുക്ക് എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരാഫെഡ് വാസ് സെറ്റ് അപ്പ് ഇൻ ദ ഇയർ. കേരാഫെഡ് സ്ഥാപിതമായത് ആൻസർ 1987, 1987. Dash is the monthly publication of a cooperative department of Kerala. കേരളത്തിലെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മന്ത്ലി പബ്ലിക്കേഷൻ ആൻസർ സഹകരണ വീതി. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് വാസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് മിനിസ്റ്റർ ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ സഹകരണ വകുപ്പ് മന്ത്രി. ആൻസർ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. Collective settlement in Israel is. Answer, കിബുട്സ്. കിബുട്സ് എന്നാണ് collective settlement in Israel അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നത് ആൻസർ 15/5/1969, 15/5/1969. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ഷാൾ ബി ഡിസ്പോസ്ഡ് ഓഫ് ബൈ രജിസ്ട്രാർ വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ദ അപ്ലിക്കേഷൻ. ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപ്ലിക്കേഷൻ കിട്ടി എത്ര ദിവസത്തിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനം രജിസ്ട്രാർ എടുത്തിരിക്കണം? അതിൻ്റെ ആൻസർ 90 days. വിത്തിൻ 90 daysനുള്ളിൽ തീരുമാനം അറിയിച്ചിരിക്കണം. An election dispute shall be filed within dash from the date of election. ഇലക്ഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇലക്ഷൻ നടന്ന് എത്ര മാസത്തിനുള്ളിൽ ഫയൽ ചെയ്തിരിക്കണം? അതിൻ്റെ ആൻസർ 1 month. In which rule the age limit for the appointment of staff in cooperative societies is specified? ഏത് റൂളിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ സ്റ്റാഫിനെ നിയമിക്കുന്നതിനുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ചിട്ട് പരാമർശിക്കുന്നത്? അതിൻ്റെ ആൻസർ റൂൾ 183. റൂൾ 183ലാണ് കോപ്പറേറ്റീവ് സ്റ്റാഫിൻ്റെ ഏജ് ലിമിറ്റിനെ കുറിച്ചിട്ട് പരാമർശിക്കുന്നത്. അണ്ടർ ക്രോപ്പ് ലോൺ സിസ്റ്റം ദ സ്കെയിൽ ഓഫ് ഫിനാൻസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ. ക്രോപ്പ് ലോൺ സിസ്റ്റം അനുസരിച്ചിട്ട് സ്കെയിൽ ഓഫ് ഫിനാൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആൻസർ PACS, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആണ് സ്കെയിൽ ഓഫ് ഫിനാൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹാൻഡ്ലൂം വീവേഴ്സ്, കോയർ, ഫിഷറീസ് ആൻഡ് മിൽക്ക് കോപ്പറേറ്റീവ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഡാഷ് സൊസൈറ്റീസ്. ആൻസർ പ്രൊഡ്യൂസേഴ്സ്. ഹാൻഡ്ലൂം വീവേഴ്സ്, കോയർ സൊസൈറ്റീസ്, ഫിഷറീസ് ആൻഡ് മിൽക്ക് കോപ്പറേറ്റീവ്സ് ഇതെല്ലാം പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റീസിന് ഉദാഹരണങ്ങളാണ്. ദ മദ്രാസ് കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1929 ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ്. ആൻസർ ടൗൺസെൻഡ് കമ്മിറ്റി. മദ്രാസ് കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് 1929 എസ്റ്റാബ്ലിഷ് ചെയ്തത് ടൗൺസെൻഡ് കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ചാണ്. അഫിലിയേഷൻ ഫീ ടു ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ. ഇതിൻ്റെ ആൻസർ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ അഫിലിയേഷൻ ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ദ മാക്സിമം ഡിവിഡൻഡ് ഫിക്സഡ് ആസ്. ആൻസർ 25%. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചിട്ട് കൊടുക്കാവുന്ന മാക്സിമം ഡിവിഡൻഡ് 25% ആണ്. ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് സ്റ്റാർട്ടഡ് ഓൺ.
ലോകത്തിലെ തന്നെ ആദ്യത്തെ സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിച്ചത് 15 ഓഗസ്റ്റ് 1844, 15 ഓഗസ്റ്റ് 1844. ഡാഷ് പ്രീച്ച്ഡ് ദ ഐഡിയ ഈച്ച് ഫോർ ആൾ ആൻഡ് ആൾ ഫോർ ഈച്ച്. ഈച്ച് ഫോർ ആൾ ആൻഡ് ആൾ ഫോർ ഈച്ച് എന്ന ആശയം ഉപദേശിച്ചത് ആൻസർ റെയ്ഫിസൺ. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് സെക്ഷൻ 89 അനുസരിച്ചാണ്. നോട്ട് ലെസ് ദാൻ ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ഷാൾ ബി ക്യാരിഡ് ടു റിസർവ് ഫണ്ട്. ഇതിൻ്റെ ആൻസർ 15%. നെറ്റ് പ്രോഫിറ്റിൻ്റെ 15% കുറയാത്ത തുക റിസർവ് ഫണ്ടിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കണം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഹാസ് ഗോട്ട് ദ സ്റ്റാറ്റസ് ഓഫ് എ ഷെഡ്യൂൾഡ് ബാങ്ക് ഫ്രം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് ഷെഡ്യൂൾഡ് ബാങ്ക് എന്നുള്ള പദവി ലഭിച്ചത് ജൂലൈ 1966 മുതലാണ്. ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാൻ ഈസ് ദ ഫൈൻഡിംഗ് ഓഫ് ഡാഷ് കമ്മിറ്റി. ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്നത് ഏത് കമ്മിറ്റിയുടെ കണ്ടെത്തലാണ്? അതിൻ്റെ ആൻസർ AM ഖുസ്രു. ദ ഇൻക്വയറി അണ്ടർ സെക്ഷൻ 65 ഷാൾ ബി കംപ്ലീറ്റഡ് വിത്തിൻ. ഇതിൻ്റെ ആൻസർ 6 months. 6 മാസത്തിനുള്ളിൽ സെക്ഷൻ 65 അനുസരിച്ചുള്ള ഇൻക്വയറി പൂർത്തിയാക്കിയിരിക്കണം. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് വിജിലൻസ് ഓഫീസർ ഷാൾ ബി അറ്റ്. വിജിലൻസ് ഓഫീസറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അതിൻ്റെ ആൻസർ ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് RCS. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഹെഡ് ക്വാർട്ടർ തന്നെയാണ് വിജിലൻസ് ഓഫീസറുടെയും ഹെഡ് ക്വാർട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, ബാങ്കിങ് കമ്പനീസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ. ബാങ്കിങ് കമ്പനീസ് ആക്ട് നിലവിൽ വന്നത് ആൻസർ മാർച്ച് 1949. നെയിം ദ ഓൺലി ഇൻഷുറൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കേരള. കേരളത്തിലെ ഇൻഷുറൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻസർ കോയിൻസ്. കോയിൻസ് ആണ് കേരളത്തിലെ ആകെയുള്ള ഒരു ഇൻഷുറൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ചൈന. ചൈനയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൻസർ സൺ യാറ്റ് സെൻ.